ഇത് കണ്ടാ ഞെട്ടിപ്പോത്തേ ഉള്ളൂ കേട്ടോ. 1.5 ലക്ഷം രൂപയുടെ പഴമാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു കാഴ്ചയുണ്ട്. ഇതിനകത്ത് കുറെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയേ, അവിടെ ഒരു പുക കണ്ടോ. ബാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ആണ് കച്ചക് ഡാൻസ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം ഓണം വെക്കേഷന് ഒരു അടിപൊളി ട്രിപ്പ് ഉണ്ട് ബാലിക്ക്. വരേണ്ടവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസിന് അതിലടാ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോകല്ലേ. പല പല വേഷത്തിൽ എല്ലാവരും പോകുന്നു. ഈ സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിയേ, നല്ല കാട്, നല്ല രസമാ. എല്ലാം നല്ല അടിപൊളി, കാലാവസ്ഥ അടിപൊളിയാട്ടോ. ഇനി കാണാൻ പോകുന്ന സാധനമാണ് അടിപൊളി. വാ, എല്ലായിടത്തും ഈ കുരങ്ങന്മാർ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേകം പറയാനുണ്ട്, മൊബൈലും അതുപോലെ തന്നെ ബാഗും ഒക്കെ. പിന്നെ കണ്ണാടി അത് വളരെ ഇതായിട്ട് സൂക്ഷിക്കണം. ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കിയേ, വളരെ ഇപ്പം ശരിക്കും ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നല്ല രീതിയിലാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തത്. സൂര്യാസ്തമയം കടലാ കാണുന്ന കടൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഒരു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപ, അത് നമുക്കത് കണ്ടില്ലേ നഷ്ടമാണ്. ഈ പ്രകൃതി തന്നെ കണ്ടു നോക്കി, എന്ത് രസമല്ലേ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. അപ്പൊ നമ്മൾ അത് കാണുന്നതിന് മുമ്പായിട്ടേ ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ ഒരു ടെമ്പിളും കൂടി. ഷോ എന്ന് പറഞ്ഞ ഇനി 7 മണിക്കാ, കാരണം ടിക്കറ്റ് കിട്ടാനില്ല, ഫുള്ളാണ്. നമുക്ക് ഇത് കണ്ടിട്ട് അത് കാണാം, നമുക്ക് ആ ക്ഷേത്രം കാണാം. ആ സംഭവമാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഫുള്ളായി. അടുത്തനാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയേക്കുന്നത്. എന്ത് ഹൈറ്റാന്ന് നോക്കിയല്ലോ ചേട്ടാ. ഹൈറ്റ് എന്ന് പറഞ്ഞാലേ ഇത് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമാണ്. താഴത്ത് കടല്, അതിലാണ് ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. വേറെ രസമല്ലയോ, പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടുത്തേതായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളായത്. എല്ലാ രാജ്യത്തു നിന്നുള്ള എല്ലാ ആൾക്കാരും ഇഷ്ടം പോലെ ആളാണ്, ഇഷ്ടം പോലെ ആള്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു മൊബൈലും കണ്ണാടി സൂക്ഷിക്കണമെന്ന്. നമ്മുടെ കൂടെ വന്ന അദ്ദേഹത്തിന്റെ കണ്ണാടി ദോ കൊണ്ടുപോയി. അതാണ് കണ്ടോ പ്രതിനെ. ഈ മതില് കെട്ടിയ ഈ ക്ഷേത്രം ചെയ്തേക്കുന്ന ഒക്കെ കണ്ടോ, ഇതെല്ലാം കെട്ടിയേക്കുന്ന ചുണ്ണാമ്പ് കല്ല് കൊണ്ടാ. നിൽക്കുന്നുണ്ടോ അവിടെ നിന്ന് ആ കല്ലെടുത്ത്. ഈ ക്ഷേത്രത്തിൽ ഇവിടെ നോക്കിയേ, ഈ ഭിത്തി നോക്കിയേ, ആ ഭാഗത്ത് നിന്ന് എടുത്തേക്കുന്നത്. ഈ ഭിത്തി ഇങ്ങോട്ട് നോക്കിയേ, ഇത് വേറൊരു രീതിയിലാണ് കെട്ടിക്കുന്ന. സെയിം സാധനം കൊണ്ട് ഇതില് കട്ട് ചെയ്ത് കറ ഇട്ടേക്കുന്നുണ്ടോ. ഇതെല്ലാം അങ്ങനെയാണ്. 2 ഷോ ആണുള്ളത്, അതിൽ ഒരെണ്ണം ഇപ്പൊ കഴിഞ്ഞു. രണ്ടാമത്തെ ഷോ ആണ്. ശരിക്കും ആള് വന്നോണ്ടിരിക്കും, ഇനിയും വന്നോണ്ടിരിക്കുവാണ്. ഇവിടെ നിറയും. പ്രജന വിദേശികളല്ലാതെ നോക്കി എല്ലാവരും ഏതൊക്കെ രാജ്യക്കാരാന്നറിയാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഹോളി സ്പ്രിംഗ് ടെമ്പിളിലാണ്. ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണ്. ഇവിടെ മുകളിൽ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്. കൂടാതെ പഴമ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഇടുക്കിയിലെയൊക്കെ കാലാവസ്ഥ. ഇതിനെ ബാലിയിലെ കമണ്ടലു മരമാണ്, സന്യാസിമാര് കൊണ്ട് നടക്കുന്ന മരമാണ്. ഇതെല്ലാം നല്ല ശരിക്കും എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ളതായിട്ടോ, നല്ല അടിപൊളിയാ. നല്ല കളറും ഉണ്ടല്ലേ, ഇഷ്ടം പോലെ നിൽക്കുന്നത്, കാണാനും ഭയങ്കര രസം. ഇതിനകത്ത് കുറെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ റംബുട്ടാന് ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ സീസൺ ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇത് തൊലിന്ന് ഇളകി വരുന്ന ടൈപ്പാണ്. ഇത്ര സംഭവം 1.5 ലക്ഷം രൂപക്കാണ് നമുക്ക് കിട്ടിയത്. 1.5 ലക്ഷം രൂപയുടെ പഴമാണ് ഏകദേശം. പ്രതിനെ അപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയാണെന്നറിയോ? ഏകദേശം ഒരു 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 535 രൂപയോളം വരും. ഏകദേശം 700-750 രൂപയോളം വരും നമുക്ക് ഇത്രയും കിട്ടിയപ്പോൾ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മരങ്ങളെല്ലാം മരങ്ങൾ പ്രകൃതിയെ നല്ലതായിട്ട് അവർ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന് മുകളിലുള്ള മരത്തെ വെച്ചേക്കുന്ന സാധനങ്ങൾ നോക്കിയേ, അത് നമ്മുടെ നാട്ടില് ഒരുപാട് വിലയുള്ള സംഭവം. നല്ല വിലയുള്ള സാധനങ്ങളാണ് ഈ ഇവിടെ എല്ലാം മരത്തെ പിടിപ്പിച്ചേക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഈ ബാലി യാത്രയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഈ ചേച്ചിമാരും ഈ ചേട്ടന്മാരുമാണ്. ശരിക്കും ഞങ്ങൾ സാധാരണ ഞങ്ങൾ 2 മാത്രമാണ് കൂടുതൽ യാത്ര ചെയ്യാറുള്ളത്. ഈ ഒരു യാത്രയുടെ സന്തോഷം എന്ന് പറയുന്നത് ഇവരൊക്കെ അടിച്ച് പൊളിച്ചു വരുന്ന കാണുന്നോണ്ടാണ്. വീഡിയോ തന്നെ കാണിക്കാം. അടിപൊളിയായിരുന്നു. ഇവിടെ ടെമ്പിളിലൊക്കെ ഇവിടുന്ന് തന്നെ ഇതെല്ലാം തരുന്നത് ഇതുപോലെ കെട്ടണം. ഏത് രാജ്യക്കാർ വന്നാലും ഈ സംഭവം കെട്ടി റെഡിയാക്കണം. അത് അവര് പറയുന്നത് മഞ്ഞ മേളി നിക്കണമെന്നുള്ളതാണ്. യെല്ലോ കളറാണ് മേളിൽ. എല്ലാരും ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ ഗൈഡ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണാവുന്ന ആൾക്കാർ മൊത്തം അങ്ങ് നോക്കി നിൽക്കുന്നതും കുളിക്കുന്നതും. അതെ വാ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ ഒരു കാഴ്ചയുണ്ട്, കണ്ടോ. അതെ ഇവിടുന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. ആ വെള്ളമാണ് അവിടെ കുളിക്കുന്നത്. തെളിർമ കണ്ടോ, അത് തന്നെ. ഇത് കണ്ടാ ഞെട്ടിപ്പോത്തേ ഉള്ളു കേട്ടോ. ഇതുപോലെ 3, 4, 5 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള മീനുകളാണ്. അപ്പുറത്തോട്ട് നോക്കിയേ പ്രജനെ, അവിടെ നോക്കിയേ. അയ്യോ ഇവിടെ എന്തോ ഇവിടെ ഇഷ്ടം പോലെ അല്ലേ. ഇവിടെ ഫുൾ നിറഞ്ഞു നിൽക്കുവാണ്. അതിന്റെ പുറത്തൊക്കെ കയറി വരും അല്ലേ. എല്ലാം അതുപോലെ ഈ തീറ്റിയിട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മള് ബാലിയിലെ മറ്റേ ഈ കോഫി പ്ലാന്റേഷൻ ആണ്. ഇവിടുത്തെ വെറൈറ്റി ആണ്. കാപ്പിച്ചീനോ എന്ന് പറയുന്ന ആ സാധനമൊക്കെ അതിന്റെ കറക്റ്റ് ആയിട്ട് കാണാൻ. അകത്തേക്ക് പോവാം. ഓക്കെ, എല്ലാവരും റെഡിയാണ്.
ഇത് കണ്ടോ, എന്തോ ഭയങ്കര സ്പീഡായിട്ടോ, നല്ല സ്പീഡിലാണ് അതുകൊണ്ട് കറക്റ്റ് മെഷീൻ പോലെ ഇവിടുന്ന് കറക്റ്റ് എടുക്കുന്ന ഓരോന്ന് ലോക്ക് ചെയ്യുന്നുണ്ടോ. ഇത് അടക്കാൻ വരണം. ഇത് അടയ്ക്കാൻ ഒന്നും അല്ല, ഇത് വാഴയാ. ഇതിന്റെ ഹൈറ്റ് നോക്കിയേ, അതാ പറഞ്ഞു ഭയങ്കര ഹൈറ്റ്. അതേപോലെ തന്നെ കാപ്പി ആയാലും എല്ലാം ഒരു വെറൈറ്റി അല്ല പറഞ്ഞേ, പല വെറൈറ്റി അതാ ഇവിടെ മൊത്തം ഉള്ളത്. ഓ, നമ്മുടെ മറ്റേ കാപ്പിക്കുരു ഇത് തിന്നുമല്ലേ? ഇത് തിന്നും. എന്നിട്ട് അതിന്റെ അത് കാഷ്ടിക്കും. അപ്പൊ അത് കാഷ്ടിച്ചിട്ട് ആ കായ എടുത്തിട്ടാണ് ഉണക്കി പൊടിച്ചെടുക്കുന്നത്. വേസ്റ്റ് ആണ്. അതാണ് നമ്മൾ അത്രയും പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്നത്. നാടൻ രീതി വറക്കുക. അത് നമ്മുടെ മൺചട്ടിയാ. ഇത് കാപ്പിയല്ലേ? കാപ്പി തനതായിട്ടുള്ള രീതിയിൽ തന്നെ വറുത്തെടുക്കും. അതിന് പല വെറൈറ്റി ആയിട്ട് അവിടെ ഉണ്ടാവില്ല. ഓ, ഇവിടെ പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ അവിടുത്തെ അമ്മേനെ കൊണ്ട് അവിടെ വറപ്പിക്കുവാണ്. നമ്മുടെ കൂടെ വന്ന് ചേച്ചിയെ കൊണ്ട് വറപ്പിക്കുന്നുണ്ടോ. നമ്മുടെ നാടൻ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ തിപ്പലിയുണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ മരപ്പെട്ടിയുടെ കൂട്ടിരിക്കുന്ന അതിന് കൃത്യമായിട്ടുള്ള പേര് നമുക്കറിയത്തില്ല. അതിന്റെ കഷ്ടമാണ്. പൊടിച്ചാണ് നമുക്ക് ഇതാണ് ഏറ്റവും വില കൂടിയ കാപ്പിയായിട്ട് വിൽക്കുന്നത്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്നാൽ കുറേ ഉണ്ട് കേട്ടോ, കാപ്പിപ്പൊടിയെല്ലാം മേടിക്കാൻ കിട്ടും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയേ, അവിടെ ഒരു പുക കണ്ടോ, അഗ്നിപർവ്വതമാണ്. കരിഞ്ഞ് വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ പേര് പറഞ്ഞല്ലേ. അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എങ്ങനെയാ. അപ്പൊ അങ്ങനെയാണ് കടമ്പ് മരം, കടമ്പ് മരം ഇതല്ലേ. ഇത് നമ്മുടെ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ്. നമുക്ക് യാത്രയെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം, പേരെന്ന് പറഞ്ഞേ? ഇന്ദിര വേണുഗോപാൽ. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം തലയോലപ്പറമ്പ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വളരെ ഗംഭീര യാത്രയായിരുന്നു. ഇത്രയും നല്ല എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇതുപോലെ ഒരു സംഭവമാണ് ഇവിടെ എന്നുള്ളത്. വളരെ കൂടെ നിങ്ങളും. വേണുഗോപാൽ എന്നാണ് ഇവർ പറഞ്ഞത് തന്നെ. അടുത്ത ആളോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര അടിപൊളിയായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളും കൂടെ ഉള്ള കാരണം കൊണ്ട് അതിനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു യാത്ര, ബാലി ട്രിപ്പ് സൂപ്പറായിരുന്നു. ഞങ്ങൾ മറയൂരിന്ന് വന്നതാണ്. വേറെ ഏതോ ഒരു സ്വർഗരാജ്യത്തിൽ ചെന്ന പ്രതീതിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ സഹകരണ സംഭവം എല്ലാം കൂടി വളരെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായി പോയി. വീണ്ടും ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത യാത്രയും ചെയ്യാം. മറയൂരാണ്, വക്കീലാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എവിടെ? ഞാൻ മൂന്നാർ ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതെ. കേരളത്തിലെ ആ ഒരു കാലാവസ്ഥ, പഴയ കാലത്തെ കാലാവസ്ഥയാണ് ബാലിയിലുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളായാലും പള്ളികളാണെങ്കിലും ഇതുപോലുള്ള യാത്രകളും ശരിക്കും ഫ്ലവറുകളായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഇത് ഏറ്റവും നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒലിപ്പറമ്പ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ ഒരു ടീം സെറ്റിലാണ് നമ്മുടെ ഈ യാത്രയുടെ സുഖം ഉണ്ടായത്. കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹോട്ടൽ രീതി, യാത്ര, ഗൈഡ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന ടൈം അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുവന്നതിന് അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഒലിപ്പറമ്പിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇനി അടുത്ത യാത്രകളിൽ ഞങ്ങൾ ഉണ്ടാവും, പല യാത്രകളിലും. രഞ്ജിത്തിനോട് നന്ദി പറയുന്നു. മാത്രമല്ല നിങ്ങളും ഇനി ഇതുപോലുള്ള യാത്രകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓരോ രാജ്യത്തിന്റെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സെപ്റ്റംബറിൽ യാത്രയുണ്ട് ബാലിക്ക്. കൂടാതെ തീരുന്നില്ല, യാത്രകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഈ വരുന്ന സെപ്റ്റംബർ മാസം ഓണം വെക്കേഷന് ഒരു അടിപൊളി ട്രിപ്പ് ഉണ്ട് ബാലിക്ക്. വരേണ്ടവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ എത്താം. ഇത് മാത്രമല്ല, ഓൾ ഇന്ത്യ ട്രിപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് ട്രിപ്പുകളുണ്ട്. എന്ത് ട്രിപ്പ് വേണേലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി.